നമ്മുടെ അത്തം കഴിഞ്ഞു, ചിത്തിരയും കഴിയാറായി. അപ്പോൾ നമ്മുടെ ഓണത്തിനുള്ള പുളിഞ്ചിയൊക്കെ ഇപ്പം ഉണ്ടാക്കി വെക്കേണ്ട സമയമാണ് കേട്ടോ. കുറച്ച് നേരത്തെയൊക്കെ പുളിഞ്ചി നേരത്തെ ഉണ്ടാക്കി വെക്കുക, അമാതിരി അച്ചാറൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിൻ്റെ സമയത്ത് നമുക്ക് സദ്യ ഒരുക്കുമ്പോഴുള്ള ആ ഒരു തിരക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമ്മളൊരു 100 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്, വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. 100 ഗ്രാം പുളി 2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഉലുവ, 1/4 ടീസ്പൂണ് മുളക് പൊടി, ചുവന്ന മുളകാണ്. ഇതൊരു ടീസ്പൂണ് കടുക്, ഇതൊരു കുറച്ച് വേപ്പില, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പുണ്ട്, ഒരു 4 ചെറിയ പീസ് ബെല്ലം, ഒരു തൂക്കം നോക്കുകയാണെങ്കിൽ ഒരു 30 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. ഇഞ്ചി ഒരു 30-35 ഗ്രാം ഉണ്ടാവും. അതുപോലെ തന്നെ മുളകും ഉണ്ടാവും ഒരു 10-20 ഗ്രാം. ഓക്കെ. അപ്പോൾ 100 ഗ്രാം പുളിക്ക് ഇതാണ് ഇതിൻ്റെ നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണാം. നമ്മുടെ മലയാളികളുടെ ഒരു നൊസ്റ്റാൾജിയാണ് ഇഞ്ചൻ പുളി എന്ന് പറയും. ചില നാട്ടിൽ പുളിഞ്ചി എന്ന് പറയും. എന്തായാലും ഇത് നമ്മൾ സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് പുളിഞ്ചി എന്ന് പറയുന്നത്. വയറിനും വളരെ നല്ലതാണ് ഇഞ്ചിയും പുളി തമ്മിലുള്ളൊരു കോമ്പിനേഷൻ. അപ്പോൾ ഇഞ്ചൻ പുളി അല്ലെങ്കിൽ പുളിഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ. സാധാരണ പുളിഞ്ചി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അതിന് മോൾ ഭാഗത്ത് ഇങ്ങനെ പൂപ്പൽ വരുന്നത് കാണാം, ഫംഗസ് വരും. മഴക്കാലത്ത് നമ്മൾ ഏത് കറി ഉണ്ടാക്കിയാലും കുറച്ചാളും പുറത്ത് ഒരു ദിവസം 2 ദിവസം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ ഫംഗസ് വരുന്നത് കാണാം. പക്ഷെ നമ്മൾക്ക് ഈ ഒരു പുളിഞ്ചിയിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല, പുറത്ത് വയ്ക്കാം. 6 മാസം വരെ കേടുവരാണ്ട് പുറത്ത് തന്നെ വയ്ക്കാം നമുക്ക്. അതിന് നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും ചേർക്കില്ല. അതിനുള്ള ടിപ്സ് ഞാൻ ഇടയിൽ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണുക. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. പരമാവധി നമ്മൾ പുളിഞ്ചി പോലുള്ള പുളി കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നമ്മൾ പരമാവധി പുളി കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ, പുളിഞ്ചി അല്ലെങ്കിൽ കാളൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പരമാവധി അലുമിനിയം പാത്രങ്ങൾ ഒഴിവാക്കുക. പരമാവധി നല്ല പുളിയുള്ള പാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ഇരുമ്പിൻ്റെ ഇല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ പരമാവധി അലുമിനിയം ഒഴിവാക്കുക. അലുമിനിയം ഓക്സൈഡ് അതിൽ നിന്ന് പുളി ആയിട്ട് പ്രവർത്തിച്ചിട്ട് അലുമിനിയം ഓക്സൈഡ് ഇളകി വരും, നമ്മുടെ ഭക്ഷണത്തിൽ കലരും. അതുകൊണ്ട് പരമാവധി അലുമിനിയം പാത്രങ്ങൾ ഒഴിവാക്കുകയാണ് നല്ലത്. ഇപ്പോൾ ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന അലുമിനിയം പാത്രങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് ഓക്സൈഡ് ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ മേടിക്കുന്ന പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം, ഒരു 4 ദിവസം ഉപയോഗിക്കാണ്ടിരുന്നുണ്ടെങ്കിൽ 5-ാം ദിവസം അലുമിനിയം പാത്രത്തിന് മുകളിൽ കംപ്ലീറ്റ് ഇങ്ങനെ റൗണ്ടായിട്ട് വരുന്നത് കാണാം. അത് കംപ്ലീറ്റ് അലുമിനിയം ഓക്സൈഡ് ഇളകി വരുന്നതാണ്. അപ്പോൾ അതും ഭക്ഷണത്തിൽ ഉള്ളിൽ ചെന്നുണ്ടെങ്കിൽ വളരെ ദോഷമാണ് നമുക്ക്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് പരമാവധി നല്ല പുളി അല്ലെങ്കിൽ പുളിഞ്ചി അല്ലെങ്കിൽ പുളിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ മൺചട്ടി ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി. നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് ഇടാം കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ മൂത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. ഇഞ്ചിയിലത്തെ ജലാംശം പോകണം കേട്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി പുളിഞ്ചിയിൽ ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി ജലാംശം ഇല്ലാതെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ പരമാവധി ഇഞ്ചിയിലത്തെ ജലാംശം നന്നായിട്ട് ഫ്രൈ ചെയ്യണം, ജലാംശം പോകാനായിട്ട്. നമ്മൾ നേരത്തെ പറയാനായിട്ട് വിട്ടുപോയൊരു കാര്യമാണ്, ഈ വറ്റൽമുളക് ഒരു 6 എണ്ണം ഇങ്ങനെ നടുപൊട്ടിച്ച് വെക്കണം കേട്ടോ. ഈ പുളിഞ്ചി ഉണ്ടാക്കാനുള്ള പുളി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം കുറച്ച് പഴക്കമുള്ള പുളിയാണ് എപ്പോഴും പുളിഞ്ചി ഉണ്ടാക്കാൻ നല്ലത്. പഴക്കമുള്ള പുളി എപ്പോഴും നമ്മളൊരു കറുത്ത കളറായിരിക്കും. നമ്മൾ ഫ്രഷായിട്ട് ഇടിച്ച് ചാണയാക്കിയ പുളി ഒരു ചുവപ്പ് കളറായിരിക്കും. അതധികം ഇങ്ങനെ പ്രോസസ്സായി ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കുമ്പോൾ കുറച്ച് മധുരം കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് അതിനേക്കാളും നല്ലത് കുറച്ച് പഴകിയ പുളിയാണ്. ഒരു കൊല്ലമൊക്കെ പഴകിയ പുളിയാണെങ്കിൽ പുളിഞ്ചി വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല കളറായിരിക്കും. നമ്മുടെ ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാം ഇഞ്ചി കുറച്ച് കളർ മാറിയിട്ടുണ്ട് കണ്ടോ. ചെറിയൊരു കളർ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് കാണാം, നമുക്ക് ഇടുക കളർ മാറിയിട്ടുണ്ട് കണ്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് പച്ചമുളക് ഇടാം.
പച്ചമുളക് നാടൻ മുളക് നമ്മൾ ഇട്ടേക്കണത് കേട്ടോ. വെള്ള കളറുള്ളത് നാടൻ മുളകാണ്, പിന്നെ മറ്റത് സാമ്പാർ മുളകാണ്. അപ്പോൾ പകുതി പകുതി ഇട്ടേക്കണത്. ഇതാ നമുക്ക് കാണാം മുളകൊക്കെ ഏതാണ്ട് മൂത്ത് വരുന്നുണ്ട്. ഇന്നുകൂടി ഒന്ന് ഫ്രൈ ആവണം മുളക്. പച്ചമുളക് ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് ഇട്ട് കൊടുത്തു, മുളക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. അത് കരിയാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ, പെട്ടെന്ന് കരിയും, നല്ല ചൂടുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും കയ്യിൽ വേപ്പില ഇട്ട് പിടിക്കണം. മൂത്ത് കഴിഞ്ഞെങ്കിൽ അപ്പോൾ തന്നെ വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കരിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പേരക്കുറെ എല്ലാം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്, നല്ല പാകത്തിന് മൂപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പുളി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിൽ കൂടെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ബെല്ലം ഉണ്ടല്ലോ, ഒരു 4 പീസ് ഇട്ട് കൊടുക്കാം. ഈ ശർക്കര ബെല്ലത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഓപ്ഷണലാണ്. നമുക്ക് ചിലർക്ക് ശർക്കരയുടെ മധുരം അധികം പിടിക്കില്ല. അപ്പോൾ നമുക്ക് ഈ 4 പീസിന് പകരം 3 പീസ് ഇട്ടാലും മതി. നമ്മൾ കൂടുതൽ ഇട്ടാണെങ്കിൽ 2 കാര്യമുണ്ട് ഈ ശർക്കര ബെല്ലം ഇടുന്നത്. ഒന്ന്, ഈ പുളിയുടെ ഒരു കുത്തുണ്ട്, അത് പോകാനും, അതുപോലെ തന്നെ നല്ല ഈ പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ 4 ബെല്ലം ഇട്ടേക്കുന്നത്. കൂടുതൽ ടേസ്റ്റ് നന്നായിട്ട് ബാലൻസ് ചെയ്യുകയും ചെയ്യും, നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പുളിയിൽ കിടന്ന് ഈ ശർക്കര വെല്ലം ഉരുകുകയും ചെയ്യും, പുളി കയ്യോടെ വേവുകയും ചെയ്യും. അതിൻ്റെ കൂടെ നമുക്ക് പുട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരു ഫുൾ ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ കൂടുതൽ വേണം, കുറവ് വേണം, അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യുക. നമ്മുടെ പാകത്തിന് ഉപ്പ് ചേർക്കുക. നമ്മൾ അടച്ച് വെച്ചിരിക്കുകയാണ്. അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. നോക്കാം. ഒരു 5 മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. ശർക്കരയൊക്കെ അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ശർക്കരയൊക്കെ അലിഞ്ഞ് ചേർന്നു, നല്ലോണം തിളയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ. ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. നല്ലോണം തിളയ്ക്കുന്നുണ്ട്, നമുക്ക് കാണാം. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ടിപ്പ് പറഞ്ഞില്ലേ, ഇത് പുറമെ എത്ര വെച്ചാലും കേടുവരില്ല, അതുമാതിരി തന്നെ പൂപ്പിൽ വരില്ല, ഫംഗസ് ഒന്നും വരില്ല, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങി വയ്ക്കാം കേട്ടോ. 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇത് തുറന്നിട്ട് കാണാം, നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണാം കേട്ടോ. ഉണ്ടോ, നല്ല കുറുകുറുതിനെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് വാങ്ങി വയ്ക്കാം. ഒരുപാട് കട്ടയാവാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ മൺകലത്തിൽ നല്ല ചൂടുണ്ട്, ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളം പറ്റുകയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഇപ്പം മൺകലം നമ്മൾ വെക്കുമ്പോഴേ എപ്പോഴും നിലത്ത് ഗ്രാനൈറ്റിലൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു തരിക, അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ കവുങ്ങിൻ്റെ പാള കൊണ്ടൊക്കെ തരിക ഉണ്ടാക്കാറ് പതിവ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനൊന്നും അത് അറിയില്ല. അപ്പോൾ നമുക്കിതുപോലത്തെ സ്റ്റീലിൻ്റെ മേടിക്കാൻ കിട്ടും, 10-25 രൂപയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ വെക്കുക. അല്ലെങ്കിൽ ഈ കലത്തിൻ്റെ മൂട് ഭാഗം ഉരുണ്ടതാണല്ലോ, അതിങ്ങനെ കിടന്ന് ചാടി കളിക്കും. അപ്പോൾ നമുക്ക് കാണാം, വാങ്ങി വന്നിട്ട് തിളയ്ക്കുന്നത് കാണാം, ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചൂടിൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് വെള്ളം വറ്റി ഒന്ന് കുറുകും. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് വേണം അത് പകർത്തി വയ്ക്കാനായിട്ട്. പകർത്തി വയ്ക്കുമ്പോഴും വീണ്ടും ശ്രദ്ധിക്കാനുണ്ട്, ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രത്തിൽ പരമാവധി ഇത് ഇട്ട് വയ്ക്കരുത്. പരമാവധി അല്ല, ഇട്ട് വയ്ക്കരുത്. എപ്പോഴും നമ്മൾ ചില്ല് പാത്രങ്ങളിൽ ഈ പുളിഞ്ചി ഇട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക. പുളിഞ്ചിന്ന് മാത്രമല്ല, ചൊറുക്കൊഴിക്കുന്നോ അല്ലെങ്കിൽ പുളിയുള്ള ചെറുനാരങ്ങയോ അല്ലെങ്കിൽ ഏത് അച്ചാറുകളാണെങ്കിലും പരമാവധി ചില്ല് കുപ്പിയിൽ ഇട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴിവാക്കുക.
ഓക്കെ. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂർ ഇത് ചൂടാറാൻ വയ്ക്കാം. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ നമുക്കത് കുപ്പിയിലേക്ക് വാർത്ത് വയ്ക്കാം. ഓക്കെ, എല്ലാവരും പരീക്ഷിച്ച് നോക്കാം. ഈ പുളിഞ്ചിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു ഓണം വിഭവമായി എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.